കൊച്ചിയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. തുറമുഖത്തേക്ക് വരുന്ന വിനോദസഞ്ചാര കപ്പലുകളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവാണുള്ളത്. 50ഓളം ക്രൂയിസ് കപ്പലുകൾ ഈ സീസണിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇസ്രായേൽ യുദ്ധവും ചെങ്കടലിലെ യാത്രാ പ്രശ്നങ്ങളുമൊക്കെ കൊച്ചിയുടെ ക്രൂയിസ് ടൂറിസത്തെയും ബാധിക്കുകയായിരുന്നു. കോവിഡിന് ശേഷം കൊച്ചിയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പറയാനുള്ളത് തിരിച്ചടികളുടെ കഥകൾ മാത്രമാണ്. ചരിത്രമുറങ്ങുന്ന ഫോർട്ട് കൊച്ചിയുടെ തെരുവുകളിൽ വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണം നന്നേ കുറഞ്ഞിരിക്കുന്നു. കൊച്ചിയിലെത്തുന്ന ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ ഗ്രാഫ് നോക്കിയാലും താഴേക്ക് തന്നെ. ക്രൂയിസ് ടൂറിസത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നടന്നെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. കോവിഡിന് മുമ്പ് കൊച്ചിയിലേക്ക് ക്രൂയിസ് കപ്പലുകളുടെ ഒഴുക്കായിരുന്നു. ഒരു ഘട്ടത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കപ്പലുകൾ എത്തുന്ന തുറമുഖമായി കൊച്ചി മാറുകയും ചെയ്തു. ശരാശരി 50 കപ്പലുകളാണ് ആ ഘട്ടത്തിൽ കൊച്ചിയിൽ വന്നിരുന്നത്. ക്രൂയിസ് ടൂറിസത്തിന്റെ കാര്യത്തിൽ മുംബൈയെ പിന്നിലാക്കി കൊച്ചി മുന്നേറുകയും ചെയ്തു. എന്നാൽ കോവിഡിന് ശേഷം കഥയാകെ മാറി. പല കാരണങ്ങളാൽ വിനോദസഞ്ചാര കപ്പലുകളുടെ എണ്ണം കുറഞ്ഞത് പ്രതീക്ഷകൾ ആകെ തെറ്റിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള താമസ സൗകര്യങ്ങളൊരു പ്രശ്നം, പിന്നെ ശുചിത്വമില്ലായ്മ, മാത്രമല്ല സാമൂഹ്യ വിരുദ്ധ ശല്യം, ആധുനികവൽക്കരണത്തിൻ്റെ പേരിൽ ഇവിടെയെല്ലാം ഈ വാസ്തുശില്പകലാ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. സുരക്ഷിതത്വമില്ലായ്മ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ കണ്ടിരിക്കുന്നു നമ്മുടെ ബീച്ചിൻ്റെ തന്നെ അവസ്ഥ, ബീച്ചിൻ്റെ ശുചിത്വമില്ലായ്മ. ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്ന് ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ പോലും 2 പ്രാവശ്യം അറപ്പ് ഇളവാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. വിനോദസഞ്ചാര കപ്പലുകളിൽ തുറമുഖത്തെത്തുന്ന സഞ്ചാരികൾ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ആലപ്പുഴ, കുമ്പളങ്ങി, കുമരകം എന്നിവിടങ്ങളിലേക്കുമാണ് പോകുന്നത്. ഒരു പകൽ മാത്രമാണ് സഞ്ചാരികൾ കൊച്ചിയിൽ കഴിയുക. ഈ സമയം മുഴുവനായി വിനിയോഗിക്കാനുള്ള സംവിധാനങ്ങൾ തുറമുഖത്ത് ഒരുക്കാറുണ്ട്. വലിയൊരു കപ്പൽ വരുമ്പോൾ നൂറുകണക്കിന് ടാക്സികളും ഓട്ടോകളും ബസ്സുകളുമൊക്കെ ടൂർ ഓപ്പറേറ്റർമാർ ഏർപ്പാട് ചെയ്യും. സഞ്ചാരികളെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനാണിത്. ഇതുകൂടാതെ ടെർമിനലിനോട് ചേർന്ന് കരകൗശല വസ്തുക്കളുടെയും മറ്റ് നാടൻ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനശാലകളും സജീവമായിരുന്നു. സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതോടെ വിനോദസഞ്ചാര മേഖലയും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തൊഴിൽ മേഖലകളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.